ഗൈസ് അപ്പൊ ഞാനൊരു പ്രിസണിൽ പെട്ട് കിടക്കാണ്. കണ്ടോ ഗൈസ്, അപ്പൊ ഈ പ്രിസണിൽ നിന്നാണ് നമുക്ക് എസ്കേപ്പ് ആവേണ്ടത്. ഊനു ഗൈസ് കണ്ടു, ഇവിടെ കുറെ ഗാർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മരം മൊത്തം ഡിഫീറ്റ് ചെയ്തോണ്ട് വേണം നമുക്ക് ഈ പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട്. എടാ ഷിൻജാനെ, നിന്റെ കയ്യിൽ എന്താണ് എന്തോ ഡിസൈൻ ഒക്കെ? അതെന്നെ മസിലാണ് ടോയ്സ്, കണ്ടു. മസിലാണോ ഷിൻജാനെ? അത് ടോയ്സ് മസിലാണ്. അപ്പൊ എനിക്കുണ്ട് ഷിൻജാനെ മസിൽ, കണ്ടോ? അയ്യ ടോയ്സ്, ഇതൊക്കെയാണ് മസില്. ഇത് മറ്റേ കാർബോർഡ് വെട്ടി കുത്തിവെച്ച പോലെ ഉണ്ടല്ലോ. എടാ ഷിൻജാനെ, എന്റെ മസിലിനെ നീ കളിയാക്കണ്ട. ഞാൻ ഇവരെ ഒറ്റയടിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പോവാണ്. ഇല്ല ടോയ്സ്, അത് നിന്നെ കൊണ്ട് നടക്കില്ല. കാരണം ഉണ്ടല്ലോ, ഇവരൊക്കെ നല്ല പവർഫുൾ ആണ്. ഒന്ന് പോയറ ഷിൻജാനെ, ഞാൻ കാണിച്ചു തരാം ഇവരെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇടിച്ച് കാണിച്ചാ ടോയ്സ്. ആടെ ഷിൻജാനെ, ഞാൻ ഇപ്പൊ ഇവനെ ഇടിച്ച് തെറിപ്പിക്കാൻ പോവാണ്. ലേസ് ഗോ, ഇവനെ നമുക്ക് ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നട്ടെ ഗൈസ്. കണ്ടോടെ ഷിൻജാനെ, ഞാൻ ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ പോവാണ്. ലേസ് ഗോ. ഓ നോ ഗൈസ്, അവൻ നമ്മൾ അടിച്ച് തെറിപ്പിച്ച്. ഞാൻ പറഞ്ഞില്ല ടോയ്സ്, നിനക്ക് പറ്റൂലെന്ന്. എടാ ഷിൻജാനെ, നീ പറഞ്ഞ പോലെ ഇവന്മാര് ഭയങ്കര സ്ട്രോങ് ആണ്. ഊനോ, അപ്പൊ നമുക്ക് എങ്ങനെയാടാ ഷിൻജാനെ ഇവിടെ നമുക്ക് എസ്കേപ്പ് ആവണത്? അതിന് നമ്മൾ ടോയ്സ് ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് നമ്മുടെ എനർജി ഫുൾ ആക്കാനായിട്ട്. ഓക്കേടാ ഷിൻജാനെ, അപ്പൊ ഞാൻ ട്രെയിൻ ചെയ്യാൻ പോണ്. ലേസ് ഗോ. കണ്ടോ ഗൈസ്, ഇപ്പൊ നമുക്ക് സ്റ്റാമിന 2 വെച്ച് കയറുണ്ട്. എടാ ഷിൻജാനെ, അപ്പൊ നിന്റെ പവർ എത്ര? എന്ത് ചോദ്യം ടോയ്സ്, ഞാനിപ്പോ 10K പവർ അടിക്കും. ഞാനിപ്പോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്, നിനക്കറിയോ? ഊനോ ഷിൻജാനെ, ഞാനിപ്പോ 120 ആയിട്ടുള്ളൂ. ഞാനുണ്ടല്ലോ അവന്മാരൊന്ന് പോയി ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ലേസ് ഗോ, ഇപ്പൊ നമുക്കുള്ള ഗൈസ് 120 പവർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവനെ ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അവനെ ഞാനങ്ങനെ അടിച്ചു ചേർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആളെ ഞാൻ അടിച്ചു ചേർപ്പിച്ചിട്ടുണ്ട്. എടാ ഷിൻജാനെ, 2 പേരെ ഡിഫീറ്റ് ചെയ്ത്. ഓക്കെ ലേസ് ഗോ, മൂന്നാമത്തെ ആളെ. ഗൈസ്, മൂന്നാമത്തെ ആളെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. എടാ ഷിൻജാനെ, മൂന്നാമത്തെ ആൾ ഇത്തിരി സീനാന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ ഷിൻജാനെ, നിന്റെ പോലത്തെ മസിൽ എനിക്ക് കിട്ടോ? കിട്ടും ടോയ്സ്, നമ്മള് സൈഡിലായിട്ട് ഗ്ലൗ പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ ഷിൻജാനെ, അപ്പൊ ഞാൻ പോയിട്ട് ഗ്ലൗ പർച്ചേസ് ചെയ്തിട്ട്. ഗൈസ് കണ്ടു, ഇതാണ് ഷിൻജാന്റെ ഗ്ലൗ. നോക്കിയേ, ഇതിന് $320 ആണ്. ഇപ്പൊ നമ്മുടെ ഉള്ള ഗൈസ് വെറും $60 ഉള്ളൂ. കണ്ടു. ഊനു ഗൈസ്, അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഈ ഗ്ലൗ മേടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനൊരു റയർ ഗ്ലൗ മേടിച്ചിട്ടുണ്ട്. ലേസ് ഗോ. എടാ കണ്ട ഷിൻജാൻ എന്റെ ഗ്ലൗ. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യ ടോയ്സ്, ഇതൊന്നും പോരാ. നമുക്ക് നല്ല ആമു വേണം, എന്നാലും നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും വിഷയമല്ല ഷിൻജാനെ, ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം എല്ലാവരും ഞാൻ ഡിഫീറ്റ് ചെയ്യണത്. ലേസ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഒന്നും കൂടി ഒന്ന് ഡിഫീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ലേസ് ഗോ. 1 2 3. ഓക്കെ, ഒരാളെ ഞാൻ അടിച്ചു ചേർപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ ഞാൻ അടിച്ചു ചേർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവനാണ് ഗൈസ് കുറച്ച് പവർ കൂടുതൽ. അപ്പൊ ഇവനെ നമുക്ക് ഇടിച്ചു തെറിപ്പിക്കാൻ പറ്റില്ല ഗൈസ്. ഓ നോ. കണ്ടു ഗൈസ്, അപ്പൊ അതിന് നമുക്ക് നല്ലോണം നമ്മുടെ പവർ കൂട്ടണം, എന്നാലാണ് നമുക്ക് അവന്മാരൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് എന്തോ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് കണ്ടു, നമുക്ക് കുറെ അധികം ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പെറ്റിനും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലേസ് ഗോ. അപ്പൊ ഇവൻ നമുക്കുള്ള ഗൈസ് *5 വെച്ച് പവർ തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അവനൊന്ന് എക്യുപ്പ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഓക്കെ, എക്യുപ്പ് ബെസ്റ്റ്. ലേസ് ഗോ. അപ്പൊ ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കി. അതേപോലെ പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് കൂടി ചെയ്തേക്കാം. സബ് ചെയ്ത് പോലട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടു ഗൈസ്, ഇപ്പൊ നമുക്ക് +30 വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ ലേസ് ഗോ. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ റീബർത്ത് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ റീബർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗൈസ് നമുക്ക് +10% പവർ ബൂസ്റ്റ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും റീബർത്ത് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലേസ് ഗോ. ഗൈസ് നമ്മൾ റീബർത്ത് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ നോക്കിയേ. കൊള്ളാം ഗൈസ്, കൊള്ളാം. നോ ഗൈസ്, അപ്പൊ നമ്മുടെ പവർ വീണ്ടും 0 ആയിട്ടുണ്ട്. നോ. അപ്പൊ ഇനി നമുക്ക് റീബർത്ത് ചെയ്യാനായിട്ട് 10K പവർ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, 10K പവർ ആവണം. പിന്നെ ഗൈസ് നമുക്ക് ഇപ്പുറത്തോട്ട് കയറാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, നമുക്ക് ഇപ്പുറത്തോട്ട് കയറാൻ പറ്റും. എന്റെ പുതിയ ആമു നോക്കിയേ. ഷിൻജാൻ, ഇത് എന്താണ്? കണ്ടു ടോയ്സ്, എന്റെ പവർ ഇപ്പോ 83K ആയിട്ടുണ്ട്. ഷിൻജാൻ, ഇതൊക്കെ എങ്ങനെയാണ് ഷിൻജാനെ? അതിന് കാരണണ്ടല്ലോ ടോയ്സ്, എന്റെ ബാക്കിലായിട്ട് പെറ്റ് കണ്ടു. നമ്മൾ കുറെ പെറ്റുകളെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ അധികം പവർ ഒക്കെ കിട്ടും. ആണോ ഷിൻജാനെ? അത് ടോയ്സ്. അപ്പൊ നമുക്ക് പെറ്റുകളൊക്കെ എവിടെയാണ് മേടിക്കേണ്ടത് ഷിൻജാനെ? അത് ടോയ്സ് ഇവിടെ നിന്നാണ്. കണ്ടു, ഇവിടെ കുറെ പെറ്റുകളെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ നീ ഒരു കാര്യം ചെയ്തോ, ഈ 400ന്റെ പെറ്റ് മേടിച്ചോ. അതാണ് കുറച്ചും കൂടി നല്ലത് ടോയ്സ്. ഗൈസ്, അപ്പൊ ഷിൻജാൻ പറഞ്ഞത് ഈ 400ന്റെ പെറ്റിനെ മേടിക്കാനാണ്. അപ്പൊ ഞാൻ എന്തായാലും 400ന്റെ പെറ്റ് ഒരു 2 മേടിക്കാൻ പോണ്ട ഗൈസ്. നമുക്ക് ഏതാണ് കിട്ടാൻ നോക്കാം. ലേസ് ഗോ. നമുക്കൊരു താറാവിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് കോമൺ ആണ് ഗൈസ്, ഇവൻ പോരാ. നമുക്ക് ഈ ലിറ്റിൽ ഫോക്സ് അല്ലെങ്കിൽ ഈ ബോം ബ്ലൂ ബേർഡിനെ കിട്ടണം, എന്നാലാണ് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ 2 പ്രാവശ്യം കൊണ്ട് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഗൈസ് നമുക്ക് ബോം ബ്ലൂ ബേർഡിനെ കിട്ടിയിട്ടുണ്ട്. ലേസ് ഗോ ഗൈസ്, ഇവൻ അത്യാവശ്യം അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്താ ഗൈസ് എക്യുപ്പ് ബെസ്റ്റ് കൊടുക്കാൻ പോണേ. കണ്ടോ ഗൈസ്, ഇവൻ നമുക്ക് 15 വെച്ച് തരും. ഓക്കെ ലേസ് ഗോ. അപ്പൊ നമ്മൾ ഷിൻജാൻ ഇപ്പൊ തന്നെ വെട്ടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ്, ഇപ്പൊ നമുക്ക് +475 വെച്ച് പവർ കിട്ടുന്നുണ്ട്. ലേസ് ഗോ.
എന്താണ് ഷിൻജാനെ നീ കാണിക്കണത്? നിന്റെ ശക്തിയൊക്കെ എവിടെ പോയി? അത് ടോയ്സ് ഞാൻ റീബർത്ത് ചെയ്തപ്പോ എന്റെ എനർജി ഒക്കെ പോയി. ഊനോ, അതാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ടോയ്സ്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് തെറിച്ചു വീണത്. അല്ലെങ്കിൽ നിനക്ക് തോന്നുന്ന ടോയ്സ് ഞാൻ ഇവിടെ തന്നെ തെറിച്ചു വരുന്നേ? ഇല്ലട ഷിൻജാനെ, നീ ഭയങ്കര പവർഫുൾ ആണ്, ശരിയാണ്. പക്ഷെ ഇപ്പൊ നീ എന്റെ അത്ര പോലും പവർ ഇല്ല. അത് നിനക്ക് അറിയോ ഷിൻജാനെ? അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട ടോയ്സേ. ഞാൻ ഇപ്പൊ തന്നെ ഇടിച്ച് കാണിച്ചു തരാം. എന്റെ പവറൊക്കെ പെട്ടെന്ന് തന്നെ കേറും ടോയ്സേ. ഞാൻ നിനക്ക് കാണിച്ചു തരാം. കണ്ടു ടോയ്സ്, എന്റെ പവർ കയറി നോക്കിയേ. ഞാനിപ്പോ നിന്നേക്കാളും പവർ ടോയ്സേ. കണ്ടു ഷിൻജാൻ. അപ്പൊ നമ്മളെ എന്തായാലും വെട്ടിക്കുന്നതാണ് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഉള്ള ഗൈസ് ഒരു $380 ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ട്രെയിനറിനെ മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ്, ഈ ക്യാപ്റ്റൻ അമേരിക്ക നമുക്ക് മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, അപ്പൊ അത് നമുക്ക് ഈ പ്രിൻസിപ്പളിനാണ് മേടിക്കേണ്ടത്. ഓക്കെ ലേസ്കോ, അപ്പൊ ഞാൻ ഒരു പ്രിൻസിപ്പളിനെ മേടിച്ചിട്ടുണ്ട് ലേസ്കോ. അപ്പൊ ഇവൻ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അവനെ ഞാൻ അങ്ങനെ എക്വിപ്പ് ചെയ്യാൻ പോവാണ്. ഓ ഗൈസ് കണ്ടു, ഇവൻ നമുക്ക് +2% മസിൽ ഗ്രോത്ത് തരും. ഓക്കെ കണ്ടോ ഗൈസ്, ട്രെയിനർ നമ്മുടെ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. എടാ ഷിൻജാനെ, നീ ഇത് കണ്ടു? എന്റെ ട്രെയിനറെ കണ്ട പ്രിൻസിപ്പിള് നിനക്കുണ്ടോ ട്രെയിനർ? എന്ത് ചോദ്യം ടോയ്സ്, എന്റെ ട്രെയിനർ കണ്ടു. എന്റെ ഒരു ഏജന്റ് ആണ്. ഓ എടാ ഷിൻജാനെ, നിന്റെ ഏജന്റോ? അതെ ടോയ്സ്, ഈ പ്രിൻസിപ്പൾ ഒന്നും ഒട്ടും കാര്യമില്ലാട്ടാ. നീ നല്ല ട്രെയിനറിനെ മേടിക്കുക, എന്നാലാണ് നമുക്ക് ഈ പ്രിസണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പോയി എസ്കേപ്പ് ആവാൻ പോവാണ്. ഊനു ഗൈസ്, ഷിൻജാൻ പറഞ്ഞത് കേട്ടോ? ഈ പ്രിൻസിപ്പൾ ഒന്നും കാര്യമില്ല എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമുക്കുള്ള ഗൈസ് നല്ലൊരു ട്രെയിനറിനെ മേടിക്കണം. അതിനു മുമ്പ് ഗൈസ് ഞാനുണ്ടല്ലോ ഇവിടെ ട്രെയിൻ ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് എത്ര വെച്ച് കിട്ടും നോക്കട്ടെ. ഗൈസ് കണ്ടു, ഇപ്പൊ നമുക്ക് 570 വെച്ച് കിട്ടും. ഓക്കെ, അപ്പൊ ഞാനുള്ള ഗൈസ് ഒന്ന് ഈ പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ലേറ്റ്സ് ഗോ. ഇവനെ ഞാൻ അങ്ങനെ അടിച്ചേർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആളെ അടിച്ചേർപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആളെ അടിച്ചേർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ ആൾ ഇത്തിരി സീനാന്ന് എനിക്ക് തോന്നണത്. ഗൈസ് നാലാമത്തെ ആളെ നമ്മൾ അടിച്ചേർപ്പിച്ചിട്ടുണ്ട്. ഗൈസ് അവനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കുള്ള ഗൈസ് കുറേയധികം പവർ വേണമെന്ന് എനിക്ക് തോന്നണത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റീബർത്ത് ചെയ്യാൻ പോകണ്ട ഗൈസ്. ലേസ്കോ അങ്ങനെ ഞാൻ രണ്ടാമത്തെ റീബർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഗൈസ് നമുക്ക് +5 പവർ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ റീബർത്ത് 2 ആയില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ് നമ്മൾ മൂന്നാമത്തെ റീബർത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് ഇതിന്റെ ഡബിൾ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ ലെസ്കോ, അപ്പൊ ഇനി നമുക്ക് റീബർത്ത് ചെയ്യാനായിട്ട് ഏകദേശം 100k പവർ വേണം. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്താ ഗൈസ്, ഇവിടെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. ഞാനൊന്ന് സ്പിൻ ചെയ്ത് നോക്കട്ടെ, നമുക്ക് ഏതിനെ കിട്ടും നോക്കട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. ഊനോ ഗൈസ്, നമുക്ക് എന്തോ ഒരു കോയിൻ പോർഷൻ ആണ് കിട്ടിയിരിക്കണത്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, പിന്നെ നമുക്ക് ഇവിടെ ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, നമുക്കൊരു 3k പവർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ വീണ്ടും നമുക്കൊരു കോയിൻ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ ഒരു പെറ്റും കൂടി മേടിച്ചേക്കാം. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഏത് കിട്ടും നോക്കട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. ഊനോ ഗൈസ്, വീണ്ടും നമുക്ക് ഡക്കിനാണ് കിട്ടിയിരിക്കണത്. അപ്പൊ നമുക്ക് ഒരു ഡക്കിനും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഡക്കിനെ വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് ഇവന്മാരൊന്ന് ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഓക്കെ ലേറ്റ്സ് ഗോ. അവൻ അടിച്ചേർപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഇടിച്ചേർപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ ഇടിച്ചേർപ്പിച്ചിട്ടുണ്ട്. നാലാമത്തെ ലെറ്റ്സ് ഗോ ഗൈസ്, നാലാമത്തെ ഏർപ്പിച്ചിട്ടുണ്ട്. ഓ ഇവനാണ് ഗൈസ് കുറച്ച് സീൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അവന് ഇത്തിരി സീനാണ്. അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് ഒന്നും കൂടി ഒന്ന് ട്രെയിൻ ചെയ്യട്ടെ. നമുക്ക് ഈ പവർ ഒന്നും പോരാ ഗൈസ്, നമുക്ക് കുറെ അധികം പവർ വേണം. ടോയ്സ് കണ്ടു, എന്റെ കൈമേ ഡ്രാഗന്റെ തല വന്നിട്ടുണ്ട്. ഊയടാ ഷിൻജാൻ, ഇത് എങ്ങനെയാണ് കിട്ടിയത്? അത് ടോയ്സ് നമുക്ക് ഭയങ്കര അധികം പവർ ആകുമ്പോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് മുളച്ചു വരുന്നതാണ്. ഒന്ന് പോയറ ഷിൻജാൻ, എനിക്കറിയാതെ നീ പൈസ കൊടുത്ത് മേടിച്ചാണെന്ന്. നീ വല്ലാണ്ട് തള്ളി മറക്കലേട്ടാ. പിന്നെ ടോയ്സ് ഇത് കണ്ടോ, എനിക്ക് പുതിയൊരു ട്രെയിനർ കിട്ടി. ഊയടാ ഷിൻജാനെ, നിനക്ക് എവിടുന്നാണ് ഷിൻജാനെ ഇത്ര പൈസ? കുറച്ച് പൈസ എനിക്കിതായോ ഷിൻജാനെ? ഇല്ല ടോയ്സ്, നിനക്ക് ഞാൻ ₹1 പോലും തരില്ല. പിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല ഗായ്സ്. അപ്പൊ ഷിൻജാൻ എന്നെ ഒട്ടും വിശ്വാസമില്ല എന്നാണ് പറഞ്ഞേക്കണത്. അതിന് കാരണം ഉണ്ടല്ലോ, പണ്ട് ഞാൻ ഷിൻജാനും കൂടിയും ഒരു സൂ തുടങ്ങിണ്ടായിരുന്നു. അപ്പൊ അവന്റെ പെറ്റിനെ ഞാൻ കാണാണ്ട് മോഷ്ടിച്ചെടുത്തു ഗൈസ്. അത് ഷിൻജാൻ കണ്ടു. അപ്പൊ അതിനുശേഷമുള്ള ഗൈസ് എന്നോടുള്ള ഷിൻജാന്റെ വിശ്വാസം മൊത്തം പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അങ്ങനെ ആവാനാണ് വഴി. അപ്പൊ നമുക്കുള്ള ഗൈസ് ആ വിശ്വാസം തിരിച്ചു പിടിക്കാനായിട്ട് ഇന്ന് നമുക്ക് ഷിൻജാനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം. ഓക്കെ, അപ്പൊ ഞാനതിനെ ട്രെയിൻ ചെയ്തിട്ട് വേഗം തന്നെ ഒരു 100k ആക്കട്ടെ. അങ്ങനെ നമുക്ക് റീബർത്ത് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ 100k ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ റീബർത്ത് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ഇപ്പുറത്ത് വന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ്, ഇപ്പൊ നമുക്ക് 2.2k പവർ വെച്ച് കയറുണ്ട്. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഷിൻജാൻ എന്തായാലും വെട്ടിക്കുന്നതാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മൾ 200k പവർ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കുള്ള ഗൈസ് നമുക്ക് പുതിയൊരു ഗ്ലൗസ് മേടിച്ചാലോ? അപ്പൊ ഇപ്പൊ നമ്മുടെ $780 ഉണ്ട്. നമുക്ക് ഏത് ഗ്ലൗസ് ആണ് ഗൈസ് മേടിക്കേണ്ടത്? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഗ്ലൗസ് മേടിച്ചേക്കാം. ഈ 960 ഇത് മേടിക്കണമെങ്കിൽ ഗൈസ് നമുക്ക് ×20 വെച്ച് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗ്ലൗസ് കണ്ട ഗൈസ്
ഗൈസ് ഇന്റെ 3 വെച്ചേരുള്ളൂ. അപ്പൊ അതിന് നമുക്ക് $960 വേണം. അപ്പൊ ഇപ്പൊ നമ്മുടെ വെറും 780 ഉള്ളൂ ഗൈസ്. ഓ നോ. അപ്പൊ ഞങ്ങളെ ഗൈസ് ഇവന്മാരെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. അവൻ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ ആളെ, 4ാമത്തെ ആളെ. ഓ ഗൈസ് ഇവനാണ് ഇത്തിരി സീൻ. ഇവൻ ഇടിച്ച് തെറിപ്പിക്കാനായിട്ട് ഇത്തിരി സീനാണ് ഗൈസ്. കണ്ടോ? ഓക്കെ അപ്പൊ നമുക്കൊരു $300 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഗൈസ് പുതിയ ഗ്ലൗസ് മേടിക്കാൻ പോവാണ്. ഓക്കെ ലേറ്റ്സ് ഗോ. ഈ ഗ്ലൗസ് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഓ ഗൈസ് നമ്മളൊരു എപ്പി ഗ്ലൗസ് ആണ് മേടിച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഗൈസ് ഇത് കണ്ടോ, ഇതാണ് ഷിൻജാന്റെ ഗ്ലൗസ്. നമുക്കുള്ള ഗൈസ് ഇതിനേക്കാളും നല്ല ഗ്ലൗസ് ആണ് മേടിക്കേണ്ടത്. എന്നാലാണ് ഗൈസ് നമുക്ക് ഷിൻജാനെ തോപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വന്ന് കുറച്ചാരും കൊണ്ട് ട്രെയിൻ ചെയ്യട്ടെ ഗൈസ്. ഊനു ഗൈസ് കണ്ടു. ഇപ്പൊ നമുക്ക് പ്ലസ് 14K വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ 1 മില്യൺ അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ 1.2 മില്യൺ പവർ അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഗൈസ് നമ്മുടെ പൈസ കണ്ടു 2.9K ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് പുതിയൊരു ട്രെയിനർ മേടിക്കാൻ പോവാണ്. ലേസ്കോ നമുക്ക് എന്തായാലും ഈ ഡ്രൈവർ മേടിച്ചേക്കാം. അപ്പൊ ഡ്രൈവറിന്റെ എബിലിറ്റി ഉള്ള ഗൈസ് കോമ്പറ്റീഷൻ ബോണസ്. ഓക്കെ അപ്പൊ നമുക്ക് ഒരാൾക്കാരെ ഇടിച്ചു തെറിപ്പിക്കാൻ നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എക്സ്ട്രാ ഉള്ള ഗൈസ് 20% കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും ഇവൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ പിന്നെ നമുക്കുള്ള ഗൈസ് ഒരു ഗ്ലൗവും കൂടി മേടിക്കണം. അപ്പൊ നമുക്ക് ഇനി ഏത് ഗ്ലൗ ആണ് മേടിക്കേണ്ട ഗൈസ്? ഓ ഗൈസ് ഗ്ലൗ മേടിക്കാനുള്ള പൈസ നമ്മുടെ ഇല്ല. അപ്പൊ ഇനി നമുക്ക് മേടിക്കേണ്ടത് ഷിൻജാൻ മേടിച്ച ഗ്ലൗ ആണ്. അത് അത്യാവശ്യം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനും വേണം ഗൈസ് 2.5K. അപ്പൊ ഇപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് 2-3 പെറ്റിനെ മേടിച്ചേക്കാം. ഓക്കെ അപ്പൊ ഒരു താറാവിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏത് കിട്ടാൻ നോക്കാം. ഓ ഗൈസ് നമുക്ക് ബോം ബ്ലൂ ബേർഡിനെ കിട്ടിയിട്ടുണ്ട് വീണ്ടും. ഓക്കെ ലേസ് അപ്പൊ ഇനി നമുക്ക് പെറ്റിനെ മേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടെ വന്ന് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ലേസ് ഗോ. അല്ല ഗൈസ് നമുക്ക് ഒരു ഡക്കിനും കൂടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേസ് ഗോ. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി മേടിക്കാൻ പോട്ടെ ഗൈസ്. ഇത് നമുക്ക് ഏത് കിട്ടും നോക്കാം. ഓക്കെ ഗൈസ് നമുക്ക് അങ്ങനെ ഡക്കിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഗൈസ് ഈ ഡക്കിനെ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ലേസ് ഗോ. അവനെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവൻ നമുക്കിപ്പോ 8.4 വെച്ച് തരും. ഓക്കെ അത് മതി ഗൈസ്, അത് മതി. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ മരം മൊത്തം ഒന്ന് അടിച്ച് തെറിപ്പിക്കാൻ നോക്കാം. ഓക്കെ ലേസ് ഗോ. 1ാമത്തെ ആൾ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. 2, 3, 4. ഓ ഗൈസ് ഇവനാണ് സീൻ. പക്ഷെ ഇവനെ നമ്മൾ എന്തായാലും ഇപ്പൊ ഇടിച്ച് തോപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് കണ്ടു അവരടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഓ ഗൈസ് ഇവൻ സീനാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല ഗൈസ് ഇവൻ ഇത്തിരി സീനാണ്. അപ്പൊ അവനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഗൈസ് നമുക്ക് കുറേയധികം പവർ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് കുറേയധികം പവർ വേണം. അപ്പൊ ഞാൻ ഗൈസ് ഇവന്മാരെ വേഗം ഒന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് നമുക്ക് ആ ഷിൻജാനുള്ള ഗ്ലൗസ് മേടിക്കണ്ട ഗൈസ്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് റീബർത്ത് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ 4ാമത്തെ റീബർത്ത് ചെയ്യാൻ പോവാണ്. ലേസ്കു ഗൈസ് അങ്ങനെ ഞാൻ 4ാമത്തെ റീബർത്ത് ചെയ്തിട്ടുണ്ട്. ലേസ്കു. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ലേസ്കു ഗൈസ് അവിടെ ഞാൻ വന്ന് അങ്ങനെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടു ഗൈസ് ഇപ്പൊ നമുക്ക് 48K വെച്ച് കിട്ടുന്നുണ്ട്. ലേസ്കു. പിന്നെ ഗൈസ് നമ്മുടെ ഇപ്പോ $6.9K ആയിട്ടുണ്ട്. ഞാൻ എന്താ ഗൈസ് ഒരു നമ്മുടെ ഇപ്പൊ 9K ആയി സ്ഥിതിക്ക് നമുക്ക് ഈ ഗ്ലൗ മേടിച്ചുള്ള ഗൈസ് ഇതാകുമ്പോ നമുക്ക് 90 വെച്ച് കിട്ടും. ഓക്കെ ലേസ്കു. അപ്പൊ നമ്മൾ ഷിൻജാനേക്കാൾ അടിപൊളി ഗ്ലൗ മേടിച്ചിട്ടുണ്ട്. ലേസ്കു. അപ്പൊ ഇപ്പൊ കണ്ട ഗൈസ് നമുക്ക് പ്ലസ് 220K വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ ലേസ്കു. ഇങ്ങനെ പോയി നമ്മൾ എന്തായാലും ഷിൻജാനെ വെട്ടിക്കുന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. ലേസ്കു. കണ്ടു ഗൈസ് ഇപ്പൊ നമ്മുടെ പവർ നോക്കിയേ 5 മില്യൺ 6 മില്യൺ ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എടാ മണ്ടൻ ഷിൻജാനെ കണ്ടു എന്റെ ആമ്. ഓ ടോയ്സ് ഇത് ലെജൻഡറി ആമല്ലേ? അതെടാ ഷിൻജാൻ ഇത് ലെജൻഡറി ആണ്. ഇപ്പൊ ഞാൻ നിന്നേക്കാൾ ഭയങ്കര പവർഫുൾ ആയി. ഞാനായിരിക്കും അപ്പൊ ആദ്യം പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പോണത്. നോക്കിയിരുന്ന ടോയ്സ് ഞാൻ പുതിയ ആമ മേടിച്ചു. ഓ എടാ ഷിൻജാൻ ഈ ആമിന് എത്രയാണ് ഗൈസ്? ഈ ആമിന് നല്ല പൈസയാണെന്ന് എനിക്ക് തോന്നണത്. ഓനു ഗൈസ് കണ്ടോ $30K ആമാണ് ഷിൻജാൻ മേടിച്ചേക്കണത്. എടാ ഷിൻജാൻ നിന്റെ ഇത്രമാനം പൈസ ഉണ്ടോ? എന്താണ് ടോയ്സ് നീ വിചാരിച്ചേ? ഞാൻ ഇത്രയും നേരം ഇവിടെ പാമ്പ് കോണി കളിക്കായിരുന്നു നിന്റെ വിചാരം? അത് ടോയ്സ് ഇനിയും എന്റെ കുറെ പൈസ ഉണ്ട്. പക്ഷെ നിനക്ക് ഞാൻ ഒരു പൈസ പോലും തരില്ല. ഞാൻ വേഗം പോയിട്ടുള്ളൂ ഈ പ്രിസണിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കട്ടെ. ഓ ഗൈസ് അപ്പൊ ഷിൻജാൻ നമ്മളെക്കാൾ പവർഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഞാൻ സമ്മതിക്കില്ല ഗൈസ്, അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവരെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുള്ള ഗൈസ് കുറെ അധികം പൈസ ഉണ്ടാക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഷിൻജാനേക്കാൾ അടിപൊളി ആമ മേടിക്കാനായിട്ട്. ഓനോ ഗൈസ് ഈ പ്രിൻസിപ്പളിനെ നമ്മൾ ഇപ്പോഴും മാറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് ഈ ഡ്രൈവർ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ മരം മൊത്തം ഒന്ന് ഇടിച്ച് തെറിപ്പിച്ചേക്കാം. 5. ഓക്കെ ഗൈസ് ഇവനെയാണ് നമുക്ക് ഇടിച്ച് തെറിപ്പിക്കാനുള്ളത്. ഇവന് ഞാൻ അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഓ ഗൈസ് ലാസ്റ്റ് താൾ ഇത്തിരി സീനാന്ന് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് കണ്ടു ലാസ്റ്റ് താള് 1 സീനാണ്. ഓ ഗൈസ് കണ്ടു ഇപ്പൊ നമുക്ക് $1.51K കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഗൈസ് മാക്സിമം മരൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് കുറേയധികം പൈസ ഉണ്ടാക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ പവർ ഇപ്പോ 100 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. ലേസ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കി നോക്കട്ടെ ഗൈസ്. 2x പവർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവാൻ പറ്റും. ഓക്കെ ലേസ് ഗോ. ഇല്ല ഗൈസ് 2xന്റെ എടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള ഗൈസ് എന്തായാലും എസ്കേപ്പ് ആവാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേസ് ഗോ. അപ്പൊ ഷിൻജാനുള്ള ഗൈസ് ഷിൻജാൻ നമ്മുടെ ബാക്കിലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എസ്കേപ്പ് ആവട്ടെ ഗൈസ്. ഓക്കെ ലേസ്. അപ്പൊ അവസാനത്തെ ആള് ഞാൻ അങ്ങനെ അടിച്ചേർപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ലേസ് ഗോ. ഇതാരാ ടോയോക്സോ?
ഇതെന്താണ് ടോയ്സ് ഇത്ര നേരം വൈകി എത്താനായിട്ട്? ഓ നോ ഗൈസ്, കള്ള ഷിൻചാൻ ഇവിടെ എത്തി. എന്താണ് ടോയ്സ്, ഞാൻ പറഞ്ഞില്ല ടോയ്സ് നിനക്ക് എന്നെ ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. എടാ ഷിൻചാനെ, നിന്നെ ഞാൻ എന്തായാലും തോപ്പിക്കും. ഒരു നാൾ ഷിൻചാനെ ഞാൻ നിന്നെ എന്തായാലും തോപ്പിക്കും. സ്വപ്നം കണ്ടിരുന്നു ടോയ്സ്, അത് ഒരിക്കലും നടക്കില്ല. ഗൈസ്, അപ്പൊ ഞാനോ ടോയ്സ് ആണ് ജയിച്ചെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഈ ടോയ്സ് ഭയങ്കര കള്ളനാണ്. അപ്പൊ നിങ്ങൾ വേണം ആരാണ് ജയിച്ചെന്ന് പറയാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.